ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു അടിപൊളി ചിത്രം ബബ്ബ റിലീസായ ദിവസമാണ്. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കണ്ടു. കാരണം നമ്മുടെ ദിലീപേട്ടൻ്റെ ഫാൻസ് ആയതുകൊണ്ട് മാത്രമല്ല, ഈ സിനിമ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് റിലീസായത്. അപ്പോൾ അതെന്താണെന്ന് അറിയണം, പടം എങ്ങനെ ഉണ്ട്, നമ്മുടെ ദിലീപേട്ടൻ്റെ കംബാക്ക് ആണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരെ പോലെ തന്നെ നമുക്കുണ്ടാവില്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സിനിമ പോയി കണ്ടു. ഒന്നും പറയാനില്ല, ഒരു കിടുക്കാച്ചി മൂവി. നിങ്ങൾ എന്തായാലും ഇത് മറ്റു വിവാദങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ദിലീപേട്ടനെയും അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഒരു നഷ്ടമാവില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണും. കാരണം പിന്നെ ഇതിൽ ഒരുപാട് ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല. അത് ഇതിൻ്റെ ഡയറക്ടറും കഥ എഴുതിയ നൂറിനും ഒക്കെ ആദ്യമേ തന്നെ അവരൊരു ഒരു മുൻകൂർ ജാമ്യം പോലെ പടത്തിൻ്റെ ടീസർ വന്ന സമയത്തൊക്കെ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ലോജിക്കും നിങ്ങൾ കണ്ടിട്ട് ആലോചിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോകാൻ പാടില്ല. കാരണം ഇതൊരു ലോജിക്കൊന്നും ഇല്ലാത്ത സിനിമയാണ്. ഇത് ഫുൾ ഓഫ് മാഡ്നെസ് സംഭവം, സത്യം. കാരണം എന്താ പറയുക, ഫസ്റ്റ് ഹാഫൊക്കെ വരെ സിനിമ അങ്ങനെ കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ എഴുതി കാണിച്ച സമയത്തൊക്കെ ഇതിപ്പോൾ എനിക്കാണോ ഭ്രാന്ത്, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലുള്ള ആളുകൾക്കാണോ ഭ്രാന്ത്, സ്ക്രീനിലുള്ള ദിലീപേട്ടനാണോ ഭ്രാന്ത്, ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ്. ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ ഒരു രക്ഷയില്ല. എന്താ പറയുക, നമ്മളെ ഒരു എപ്പോഴും ദിലീപേട്ടനെ കളിയാക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി ദിലീപേട്ടൻ നമ്മുടെ ഒരു റൺവേ അതേപോലെ അങ്ങനത്തെ കുറേ ഭാഗങ്ങളില്ലേ, അതിലേക്കൊക്കെ ഉള്ളൊരു ദിലീപേട്ടൻ ഒരു തിരിച്ചുവരവ് പോലെ തോന്നി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് പിന്നെ അങ്ങോട്ട് ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുമ്പോഴേക്ക് പടങ്ങ് വേറെ ലെവലിലേക്ക് ഞാൻ കയറിപ്പോയി, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ കുറേ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സീക്വൻസുകളിലുണ്ട്. നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ ദിലീപേട്ടൻ്റെ ഒക്കെ ഫാൻ ആണെങ്കിൽ, അതേപോലെ നിങ്ങൾ വിജയ് ഫാൻ ആണെങ്കിൽ, പിന്നെ എന്താ പറയുക, അതുപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഴയ ലാലേട്ടൻ്റെ ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമകളിൽ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അതൊക്കെ വലിയ ഒന്നുകൂടി എന്താ പറയുക റീക്രിയേറ്റ് ചെയ്ത് ഈ സിനിമയിൽ എടുക്കുകയും അതൊക്കെ നമുക്ക് വളരെ രസിക്കുന്ന രീതിയിൽ തന്നെ കേട്ടോ. നമുക്ക് മിസ്സായി പോയ ലാലേട്ടൻ്റെ മുണ്ട് പറിച്ചടി, മീശ വിരിക്കൽ, നിങ്ങൾക്ക് ലാലേട്ടനെ ഫുള്ളായിട്ട് എങ്ങനെയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. അതേപോലെ തന്നെയാണ് ദിലീപേട്ടനും. ഇവർ രണ്ടുപേരും പിന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ലാലേട്ടൻ വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സ്ക്രീനിൽ നിന്ന് ബാക്കാവും എന്ന് പറഞ്ഞ പോലെ അത് ഉണ്ട്. പിന്നെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതിപ്പോൾ പേഴ്സണലി പറയുകയാണ്, എല്ലാവരും അഭിപ്രായം ആയിരിക്കില്ല. എന്താ പടത്തിൻ്റെ ഒരു ഗ്രാഫ് പോകുന്നത് ഒന്ന് താവും ഒന്ന് പൊന്തും, ഒന്ന് താവും ഒന്ന് പൊന്തും, ആ രീതിയിലാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടനൊക്കെ കൊണ്ട് വന്നു കഴിയുമ്പോഴേക്ക് പിന്നെ ഒരു രക്ഷയില്ല, പടങ്ങ് പോവുക വേറെ ഹൈപ്പ് തന്നെയാണ്. 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ പടം എന്താ നമുക്ക് രസിക്കോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 100% നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. തിയേറ്ററിൽ ഇരുന്ന് തന്നെ പോയി കാണണം. മറ്റു വിവാദങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ, ലാലേട്ടനെയും ദിലീപേട്ടനെയും വിജയിനെയും അതേപോലെ തന്നെ അങ്ങനെ സ്നേഹിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം നന്നായിട്ട് രസിക്കും. തിയേറ്ററിൽ നിങ്ങൾ എന്തായാലും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഭയം ഭക്തി ബഹുമാനം. ഇതിൻ്റെ ധനഞ്ജയ് ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കഥ എഴുതിയത് ഫാഹിം സഫറും നൂറിൻ ഷെരീഫും കൂടിയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചത് ഒരു പിടി നല്ല ആക്ടർമാർ തന്നെയാണ്. അതായത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഫുള്ള് പടം സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എൻഡ് വരെ വിനീത് ശ്രീനിവാസൻ മാരക പെർഫോമൻസ് ആട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ ഉണ്ട്. ശരിക്കും നമുക്കങ്ങ് പിടുത്തം വിട്ട് നമ്മൾ ചിരിച്ചു. അതേപോലെ കുറേ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണണം. മറ്റ് വിവാദങ്ങളിൽ എന്താ പറയുക മനസ്സിലായിട്ട് അവർ പറയുന്നു ഇവർ പറയുന്നു കേട്ടിട്ട് ഞാനിതെങ്ങനെ തിയേറ്ററിൽ പോയി കാണും എന്നോർത്തിരിക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ ഒന്നും വിചാരിക്കേണ്ട, നാളെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് പോയി കണ്ടോളൂ. ബബ്ബ സൂപ്പർ.